നമസ്കാര സുഹൃത്തുക്കളെ, ലോകകപ്പ് കിരീടം നിലനിർത്താനുള്ള യാത്രയ്ക്ക് തുടക്കമിട്ട അർജന്റീന ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ അൾജീരിയയെ 3-0 തകർത്തു. ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മറ്റാരുമല്ല, ഫുട്ബോൾ ലോകകപ്പിന്റെ ഇതിഹാസം ലയണൽ മെസ്സി ആയിരുന്നു. തന്റെ 6ാം ലോകകപ്പിൽ കളിക്കുന്ന മെസ്സി ഹാട്രിക് നേടി അർജന്റീനയ്ക്ക് തകർപ്പൻ വിജയം സമ്മാനിച്ചു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇരു ടീമുകളും ആക്രമണ ഫുട്ബോൾ കാഴ്ചവെച്ചു. അൾജീരിയയ്ക്ക് ഒരു ഗോൾ ലഭിച്ചെങ്കിലും VAR പരിശോധനയിൽ ഓഫ്സൈഡ് കണ്ടെത്തിയതോടെ അത് റദ്ദാക്കപ്പെട്ടു. തുടർന്ന് 17ാം മിനിറ്റിൽ മെസ്സിയുടെ അത്ഭുതകരമായ ലോങ് റേഞ്ച് ഷോട്ട് അർജന്റീനയ്ക്ക് ലീഡ് നൽകി. ആദ്യ പകുതിയിൽ പന്ത് കൈവശം വെക്കുന്നതിലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും അർജന്റീന വ്യക്തമായ ആധിപത്യം പുലർത്തി. അൾജീരിയ ചില പ്രത്യാക്രമണങ്ങൾ നടത്തിയെങ്കിലും അർജന്റീനയുടെ പ്രതിരോധം ശക്തമായി നിന്നു. രണ്ടാം പകുതിയിൽ 60ാം മിനിറ്റിൽ വീണ്ടും മെസ്സി ഗോൾ കണ്ടെത്തി. സഹതാരങ്ങളുടെ നീക്കത്തിൽ നിന്ന് ലഭിച്ച റീബൗണ്ട് അവസരം കൃത്യമായി ഫിനിഷിംഗ് ചെയ്ത് താരം സ്കോർ 2-0 ആക്കി. തുടർന്ന് 76ാം മിനിറ്റിൽ മനോഹരമായ ഒരു നീക്കത്തിനൊടുവിൽ മെസ്സി തന്റെ ഹാട്രിക് പൂർത്തിയാക്കി. ഈ ഹാട്രിക് മെസ്സിയുടെ ആദ്യ ലോകകപ്പ് ഹാട്രിക് ആയിരുന്നു. കൂടാതെ ലോകകപ്പിൽ 16 ഗോളുകൾ നേടി ജർമ്മൻ ഇതിഹാസമായ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പവും മെസ്സി എത്തി. 38ാം വയസ്സിലും ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഈ വിജയത്തോടെ അർജന്റീന ഗ്രൂപ്പ് ജെയിൽ മികച്ച തുടക്കം കുറിച്ചു. ലോകകപ്പ് കിരീടം വീണ്ടും സ്വന്തമാക്കാനുള്ള അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ശക്തമായ സന്ദേശം കൂടിയായിരുന്നു ഈ പ്രകടനം. അൾജീരിയയ്ക്ക് തോൽവി നേരിട്ടെങ്കിലും ചില മികച്ച നിമിഷങ്ങൾ അവർ മത്സരത്തിൽ കാഴ്ചവെച്ചു. മെസ്സിയുടെ മാജിക് വീണ്ടും ലോകകപ്പ് വേദിയിൽ. അർജന്റീനയുടെ കിരീട പ്രതിരോധ തകർപ്പൻ ജയത്തോടെ ആരംഭിച്ചു. ഈ പ്രകടനം കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കമന്റിൽ പറയൂ. നന്ദി.